വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. ഫസ്റ്റ് നമ്മളൊരു 4-5 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ കടല വെള്ളത്തിലിട്ട് ഒന്ന് കുതിർന്ന് കിട്ടണേ. അങ്ങനെ നമ്മൾ കുതിർത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തു വെച്ചിരുന്ന കടലയാണ് നമ്മൾ കുക്കറിനകത്ത് ഇട്ടേക്കുവാണ്. അപ്പോൾ കടലയ്ക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളവും കൂടെ നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ വെച്ച് നമുക്ക് കുക്കറിൽ ഫസ്റ്റ് തന്നെ കടലയൊന്ന് ഒരു ലെവലൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മളൊരു വലിയ 3 സവോള ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊരു അത്യാവശ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഒരു കുടം വെളുത്തുള്ളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളകും കൂടെ നമ്മൾ നെടുവേ കീറി അരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ആ കടല വേകുന്ന സമയത്താണ് ഇതെല്ലാം അരിഞ്ഞ് ഒന്ന് സെറ്റാക്കിയത്. അപ്പോൾ ഇതെല്ലാം എത്ര ഐറ്റംസ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. കടല നമ്മൾ വെച്ചതിന് ശേഷം മാത്രം ഇതൊക്കെ ചെയ്യാൻ പോയാൽ മതി. പിന്നെ നമ്മളെടുത്തത് ഒരു മുറി തേങ്ങയാണ്. തേങ്ങ ചിരകി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി, കടല ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഏകദേശം നന്നായിട്ടൊന്ന്, ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ, ചൂടായി കഴിയുമ്പം നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാവേ. അതിന് വേണ്ടിയാണ് നമ്മൾ എണ്ണ എടുക്കുന്നത്. ഈ കടല വേഗം വെച്ച സമയത്ത് തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 കഷ്ണം ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പീസ് ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് എന്തൊക്കെയാണോ നമ്മൾ അത്രയും സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ആയി കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് നന്നായിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വരുന്നത് വരെ നമ്മൾ ഫസ്റ്റ് ഇത്രയും സ്പൈസസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു കളർ മാറി ഒന്ന് വാടി കഴിയുമ്പം നമ്മളതിലേക്ക് തേങ്ങ ചിരകിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ കളറൊന്ന് മാറട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചിരകിയത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇറച്ചിക്കകത്തൊക്കെ ഇടുന്ന ഒരു ഇലയാണ്, കറുവാപ്പട്ടയുടെ ഇലയാണ് ആക്ച്വലി കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടലക്കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ആക്ച്വലി. നിങ്ങൾ ഇങ്ങനെ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തന്നെ നന്നായിട്ട് ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത്, നമ്മൾ ഒരു മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇതൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട്, ഒത്തിരി എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. ആക്ച്വലി തേങ്ങ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആക്ച്വലി നമ്മുടെ കടലക്കറിക്ക്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു പാൻ വെച്ച് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോളയും പച്ചമുളകും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കടല ഏകദേശം ഒരു പകുതി വേവായതേ ഉള്ളൂ. പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ സവോളയും പച്ചമുളകും തക്കാളിയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ നമ്മുടെ കടല ഒരു പകുതി വേവായി കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ നന്നായിട്ട് ആവിയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ തക്കാളിയും അതുപോലെ നമ്മൾ വഴറ്റി വെച്ചിരുന്ന നമ്മുടെ പച്ചമുളകും സവോളയും കൂടി ഇട്ട് നമ്മൾ കുക്കർ അടച്ച് ഒന്നും കൂടെ നമ്മൾ ഈ കടല നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്കതിലേക്ക് ഈ കടല വേവിക്കുന്നതിനകത്തോട്ട് ഈ തക്കാളിയും നമ്മുടെ സവോള അരിഞ്ഞതും അതുപോലെ പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ പകുതി വേവാകുമ്പോൾ നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ട. ഞാൻ തുടക്കത്തിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പകുതി വേവായി കഴിഞ്ഞപ്പോൾ ഇത് ഇട്ട് കൊടുത്തത്. അപ്പോഴത്തേക്കും നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തതിനകത്തോട്ടെ നമ്മൾ ഏകദേശം 1 സ്പൂൺ മുളക് പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇത്രയിട്ട് നമ്മൾ ആ തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഈ മസാലപ്പൊടിയും കൂടി എടുത്ത് ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഇറച്ചി മസാലപ്പൊടിയാണ് ഇടുന്നത്. അത് 1 സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടു, അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, അതുപോലെ തന്നെ 1 സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ആ തേങ്ങ ഏകദേശം തേങ്ങയൊന്ന് ബ്രൗൺ കളറായി കഴിയുമ്പം ഈ മസാലയും കൂടി ഇട്ട് ഒരു പച്ച മണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതെടുത്ത്
മാറ്റി വെക്കാവേ. അപ്പോൾ തന്നെ നമ്മൾ നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ഇതിലേക്കൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കുരുമുളകും കൂടെ നമ്മളതിലേക്ക്, പച്ചക്കുരുമുളകല്ല സോറി, നമ്മൾ കുരുമുളക് കൂടെ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊന്ന് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആ തേങ്ങയിലുള്ള എണ്ണയാട്ടോ ഈ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അവസാന സ്റ്റെപ്പായിട്ട് നമുക്ക് ജസ്റ്റ് താളിച്ച് കഴിക്കണമല്ലോ ഇതെല്ലാം കൂടെ. അതിനുവേണ്ടി നമ്മൾ ഒരു 2-3 കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ എണ്ണയ്ക്കകത്തൊന്ന് താളിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടല നമ്മൾ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം കടല വെന്തിട്ടുണ്ടോ. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കടലയുടെ കൂടെ തന്നെ നമ്മൾ ആ സവോളയും പച്ചമുളകും തക്കാളിയും കൂടെയൊക്കെ എല്ലാം നന്നായിട്ട് വെന്ത് അതിനോട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കടല മാത്രം കുറച്ചെടുത്ത് നമുക്ക് അരച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നമുക്കതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ താളിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കറിക്ക് നന്നായിട്ട് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കടല മാത്രം എടുത്ത് അതും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അടിച്ച് അതിലേക്ക് തന്നെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ താളിക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചതും കൂടെ നമ്മളിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കടലക്കറി റെഡി ആയിട്ടുണ്ടേ.